നബിൽ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മളെ ഫിജി നടത്തുന്ന കരിയർ ടോക്ക് വെബിനാർ 6 ഡേ സീരീസിലെ ഡേ 2 സെഷൻ ആണെന്ന്. ഇന്ന് നമ്മളെ അൻവർ മുട്ടാഞ്ചേരി, ലീഡിംഗ് കരിയർ കൗൺസിലറും കോളമിസ്റ്റുമായ അൻവർ മുട്ടാഞ്ചേരിയാണ് നമ്മൾ ഫാക്കൽറ്റി ആയിട്ടുള്ളത്. ആദ്യമായി തന്നെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. തുടർന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേരൻസിനെയും സ്വാഗതം ചെയ്യാണ്. തുടർന്ന് സിജിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും സിജിയുടെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കാനും അഷ്കർ സാറിനെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഗുഡ് ഈവനിങ്. പ്രിയമുള്ള സിജിയുടെ ഉത്തരവാദപ്പെട്ടവരെ, അതുപോലെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ അൻവർ സാർ, ഈ വെബിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന വെബിനാർ കരിയർ ടോക്ക് സീരീസിന്റെ 2ാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. സിജിയെ കണ്ടോ കേട്ടോ അനുഭവിച്ചോ അറിഞ്ഞവര് ഈ കൂട്ടത്തിലുണ്ടാവും. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇതര സംവിധാനമാണ് സിജി. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സിജി. അതിന്റെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നടത്തുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിൽ 4 പ്രൊജക്ടുകൾ ഉണ്ട്. അതിലെ ഒരു പ്രൊജക്റ്റാണ് കരിയർ മിഷൻ. കരിയർ മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മുദ്രാവാക്യം തന്നെ നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് കിട്ടാതെ പോകരുത് എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കരിയർ മിഷൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് സിജി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും സിജി കോഴിക്കോട് ഹെഡ്ക്വാർട്ടേഴ്സ് ചേവായൂർ ഓഫീസിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ഓഫീസിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇതുപോലെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ് ഫ്രം ഹോം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ കോഴ്സ് സംബന്ധമായ ഒരു കരിയർ ടോക്ക് ഉണ്ടാവും. ആ ടോക്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ആ കോഴ്സ്, സ്ഥാപനം അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതുമാണ്. ദെൻ കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കരിയർ മിഷന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഈ രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള വെബിനാറുകൾ നടത്തുന്നത്. ഈ വെബിനാർ 7 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റംല മാമിന്റെ നേതൃത്വത്തിൽ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നമ്മൾ കേട്ടു. ഇന്ന് 10-ന് ശേഷം പലതുണ്ട് വഴികൾ എന്ന ടോക്കിലുള്ള ഒരു സെഷനാണ്. ഇതുപോലെ 7-ാം തീയതി വരെ നമ്മൾ വ്യത്യസ്തമായ സെഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ കൊമേഴ്സ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെ കുറിച്ചായിരിക്കും നമ്മുടെ സംസാരം. ദെൻ ഇതുപോലെ കോളേജ് കണക്ട്, അതുപോലെ തന്നെ സ്കൂൾ കണക്ട് എന്നുള്ള രീതിയിലൊക്കെ പ്രോഗ്രാമുകൾ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് എന്ന പേരിൽ പ്രാദേശികമായി ഏതെങ്കിലും സാമൂഹികമായിട്ടോ സാമ്പത്തികമായിട്ടോ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വ്യത്യസ്ത സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ടും സിജി പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ 2ാമത്തെ പ്രൊജക്റ്റാണ് CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമുക്കറിയാം, ജോലി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. അഭിരുചി എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ള കഴിവാണ്. ഈ ജന്മനാ ഉള്ള കഴിവ് തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുത്താലാണ് നമുക്ക് വിജയത്തിലെത്താൻ കഴിയുക. അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, എനിക്ക് ജന്മനാ ഉള്ള കഴിവ് എന്ത് എന്നും. ഓക്കെ, ഈ കഴിവ് തിരിച്ചറിയാൻ ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു സൈക്കോമെട്രിക് ടൂളിന്റെ പേരാണ് DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിജി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ആപ്റ്റ്യൂഡ് ടെസ്റ്റിന്റെ പേരാണ് CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
CGcareer.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സൈറ്റ് ഇവിടെ മെസ്സേജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ CG.org എന്ന സിജിയുടെ വെബ്സൈറ്റിൽ നോക്കിയാലും ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻബോൺ ടാലന്റ് തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കാനുള്ള ഗൈഡൻസ് കൗൺസിലിംഗ് CDAT ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Then കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ് DCGC, ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ രീതിയിൽ കരിയർ ഗൈഡൻസ് മേഖലയിലേക്ക് വന്ന് മറ്റ് വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഗൈഡൻസ് കൗൺസിലിംഗ് നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആവാൻ, കഴിഞ്ഞ ദിവസം റംലാമാൻ ക്ലാസ് എടുത്തതുപോലെ ഇന്ന് അൻവർ സാർ ക്ലാസ് എടുക്കാൻ പോകുന്നത് പോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഗൈഡൻസ് നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് സിജി നടത്തുന്നത് ചെയ്താൽ നിങ്ങൾക്ക് ആവാൻ കഴിയും. അതിന്റെ പേരാണ് DCGC, ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള നാലാമത്തെ പ്രൊജക്റ്റ് ആണ് പബ്ലിക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ഡയറക്ടറി അല്ലെങ്കിൽ ഹാൻഡ് ബുക്കുകൾ സിജി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും അതിന്റെ പണിപ്പുരയിലാണ് കരിയർ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് സിജിയുമായി ബന്ധപ്പെട്ട കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. 7 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രൊജക്ട് കൂടെ അവതരിപ്പിച്ചിട്ട് നമുക്ക് ഈ സെഷനിലേക്ക് വരാം. അത് TNC എന്ന ടാലന്റ് നർച്ചറിംഗ് സെന്റർ എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ഇതിൽ നടത്തുന്ന ഒരു പരിപാടി സമ്മർ വെക്കേഷൻ ക്യാമ്പുകളാണ്. ഓക്കെ, 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സിജിയിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും നിങ്ങൾ ഈ സിജിയുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും മറ്റും കളക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് സിജിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 7 ദിവസം നീണ്ടു നിൽക്കുന്ന വെബിനാർ സീരീസിലെ 2ാമത്തെ ദിവസമാണ് നാം ഉള്ളത്. ഇന്നലെ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 10ന് ശേഷം പലതുണ്ട് വഴികൾ എന്നതാണ് ടോപ്പിക്. 10 പരീക്ഷ കഴിഞ്ഞു. കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ന് ശേഷം ഒരുപാട് വഴികളുണ്ട്. നമുക്കറിയാം, ഹയർ സെക്കൻഡറി ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പോളിടെക്നിക് ഉണ്ട്, ITI ഉണ്ട്, ഒരുപാടുണ്ട്. ഈ ഒരു സെഷനിൽ ഇത് കംപ്ലീറ്റ് പറയുക പ്രായോഗികമല്ല. ഒരു 30 മാക്സിമം 40 മിനിറ്റിന്റെ ഉള്ളിൽ ഇന്നത്തെ സെഷൻ നമ്മൾ അവതരിപ്പിച്ച് കഴിയും. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇന്നത്തെ അവതരണവുമായി ബന്ധപ്പെട്ട Q&A സെഷൻ, ക്വസ്റ്റ്യൻ സെഷൻ ഇതിന്റെ അവസാനത്തിൽ ഉണ്ടാവും. ഇതാണ് ഈ ഒരു പരിപാടിയുടെ സ്വഭാവം. സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട്, കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട്, ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട സെഷനുകളൊക്കെ വരുന്ന ദിവസങ്ങളിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണോ വിവരം കിട്ടിയത്, ആ വിവരം കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിലുള്ള സെഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സിജിയുടെ സീനിയർ റിസോഴ്സ് പേഴ്സൺ അൻവർ സാറാണ്. അദ്ദേഹം ഒരു കരിയർ ഗൈഡ് ആണ്, അതുപോലെ തന്നെ ഒരു കരിയർ കോളമിസ്റ്റ് ആണ്. വർഷങ്ങളായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ്. വളരെ സന്തോഷപൂർവ്വം 10ന് ശേഷം പലതുണ്ട് വഴികൾ എന്ന ഇന്നത്തെ വെബിനാർ സീരീസിലെ കരിയർ ടോക്കിന് വേണ്ടി അൻവർ സാറിനെ ഈ ഒരു സെഷൻ നയിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അൻവർ സാറിന് മൈക്ക് കൈമാറുകയാണ്. ഓവർ ടു അൻവർ സാർ. താങ്ക് യു അഷ്കർ സാർ. ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ, വളരെ സന്തോഷം. സിജി നടത്തുന്ന വെബിനാർ സീരീസ് ഇന്നിപ്പം 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഇതിലുള്ള മിക്ക കുട്ടികളും ഇന്നലത്തെ വെബിനാറിൽ കയറിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ചില കുട്ടികളൊക്കെ പുതിയ കുട്ടികളുണ്ടാകും. ഏതായാലും 10th എക്സാം ഒക്കെ വളരെ നല്ല രീതിയിൽ എഴുതി ഫുൾ A+, ഫുൾ A1 ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെന്നറിയാം. സാധാരണ റിസൾട്ട് വരുമ്പോൾ നമുക്ക് വളരെ മികച്ച റിസൾട്ട് ഉണ്ടാവാറുണ്ട്. പത്രങ്ങളിലൊക്കെ നിറയെ ഫോട്ടോസും A+കാരുടെയും A1കാരുടെയും ഒക്കെ ഫോട്ടോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. നാട്ടിലൊക്കെ കോച്ചിങ് സെന്റേഴ്സും സ്കൂളുകളും ഒക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ആഘോഷിക്കുമെങ്കിലും പ്ലസ് ടുവിന് ശേഷമാണ് നമ്മൾ എൻട്രൻസ് പരീക്ഷകളൊക്കെ നേരിടേണ്ടി വരുന്നത്. ഇത്തരം എൻട്രൻസുകളുടെ റിസൾട്ടുകൾ വരുമ്പോൾ ഈ ഒരു പെർഫോമൻസ് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല.
കഴിഞ്ഞ വർഷമൊക്കെ ഒരു 60,000-ലധികം ആളുകൾക്കൊക്കെ A+ ഉണ്ട്. ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. ഇഷ്ടം പോലെ കുട്ടികൾക്ക് A+ ഉണ്ടാവാറുണ്ട്. എങ്കിലും +1 +2 പഠിച്ച് JEE അല്ലെങ്കിൽ നീറ്റ്, CUET ഇങ്ങനെയുള്ള എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിലുള്ള നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് മറ്റ് സ്റ്റേറ്റുകളിലുള്ള കുട്ടികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ്. ഇപ്പൊ JEE ഒക്കെ ആണല്ലോ അപ്പൊ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് JEE ആണ്. ആ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് അല്ലെ, JEE അഡ്വാൻസ്ഡ് ആണ് IIT-കളിലേക്കുള്ള എൻട്രൻസ്. IIT-കളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന മലയാളി കുട്ടികൾ വളരെ കുറവാണ്. അതായത് 17,000-18,000 സീറ്റുകളൊക്കെ IIT-കളിൽ ഉണ്ടെങ്കിൽ വെറും 200 അല്ലെങ്കിൽ 300 കുട്ടികളൊക്കെയാണ് കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നത്. ഈ ഫുൾ A+ ഒക്കെ കിട്ടുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പം നമുക്ക് എവിടെയോ ഒരു അപാകത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് +1 +2 നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ് തുടങ്ങേണ്ടത് ആദ്യം സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെയാണ്. ഇപ്പം 10ന് ശേഷം പല വഴികൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഇപ്പൊ ChatGPT-യും ജെമിനിയും ഒക്കെ ഉള്ളത് കൊണ്ട് അല്ലെ, പെർപ്ലക്സിറ്റി ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്കൊന്നും പറഞ്ഞിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10ന് ശേഷം ഹയർ സെക്കൻഡറി ഉണ്ട്, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഉണ്ട്, പിന്നെ പോളിടെക്നിക് ഉണ്ട്, ITI-കൾ ഉണ്ട്. പിന്നെ ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം, രക്ഷിതാക്കൾക്ക് അറിയാം, കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇന്നലത്തെ സെഷൻ കേട്ട കുട്ടികൾക്ക് വളരെ വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് കരിയർ പ്ലാനിങ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റബ്ലാമ വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ അത് കേട്ട കുട്ടികൾ മിക്കവാറും ഇതിലുള്ള ആളുകളൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഇന്നലത്തെ സെഷനൊക്കെ കേട്ട കുട്ടികളുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. ഹയർ സെക്കൻഡറിയിൽ സ്ട്രീം തീരുമാനിച്ച കുട്ടികൾ ആരൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചാറ്റ് എന്ന് പറഞ്ഞ സൂമിൽ ഒരു ഐക്കൺ അല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. സയൻസ് ആണെങ്കിൽ S എന്ന് എഴുതിയാൽ മതി, കൊമേഴ്സ് ആണെങ്കിൽ C എന്ന് എഴുതിയാൽ മതി, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ H എന്ന് എഴുതിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, come on, yes, science, commerce, yes, yes, yes. Yes, yes, come on. ഇനി അഥവാ കുട്ടികളില്ലെങ്കിൽ രക്ഷിതാക്കൾക്കും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. +2 സ്റ്റുഡൻറ്റും ഉണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ. +2 സ്റ്റുഡൻസിനൊക്കെ പിന്നെ ഇന്നത്തെ സെഷൻ മെയിനായിട്ട് നമ്മൾ 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലുണ്ടാവും. ഓക്കെ, ഓക്കെ. സയൻസ്, കൊമേഴ്സ്, യെസ്. ഹ്യൂമാനിറ്റീസ്, യെസ്, യെസ്, യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? സയൻസിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം. വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. വളരെ സന്തോഷം, എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. വളരെ സന്തോഷം അല്ലേ? അപ്പോൾ പിന്നെ പല ആളുകളും തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിൽ വളരെ സന്തോഷം. ഓക്കെ, പക്ഷെ ഇനിയും ഇതിൽ ഇപ്പം ഉള്ള കുട്ടികൾ മുഴുവൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയും തീരുമാനം എടുക്കേണ്ട കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ട്രീമിലുമുള്ള ജസ്റ്റ് പോയിന്റ്സ് മാത്രം, അതായത് ഓരോ സ്ട്രീമിലെയും വിശദമായ ക്ലാസ്സുകൾ ഇനി വരാനുള്ള, നാളെ കൊമേഴ്സ് ഉണ്ട്, പിന്നെ അടുത്ത ദിവസം ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരു സീരീസ് ആയിട്ട് വരാനുണ്ട്. അപ്പൊ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വെബിനാറിൽ, കാരണം ഭാസ്കർ സാർ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, കുറഞ്ഞ സമയം നമുക്കുള്ളൂ. അപ്പൊ ഏതായാലും ഞാനൊന്ന് എൻ്റെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? യെസ്, യെസ്. ഓക്കെ. അപ്പൊ ഓപ്ഷൻസ് ആഫ്റ്റർ SLC അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു. ഹയർ സെക്കൻഡറി ഉണ്ട്, VHSC ഉണ്ട്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, ITI ഉണ്ട്, ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, അതിലെന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC ടെക്നിക്കൽ ഹയർ സെക്കൻഡറി +2 തന്നെയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം ഒരു ചെറിയ ഷോർട്ട് ടേം കോഴ്സ് ഒക്കെ എടുത്ത്
നിങ്ങളുടെ എന്താ പറയുക കരിയർ ഇങ്ങനെ ഒതുങ്ങിപ്പോകാൻ ഒരിക്കലും ആരും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ അതിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഓരോ സാഹചര്യവും ഓരോ താല്പര്യമൊക്കെ അനുസരിച്ച് നമുക്ക് പോളിടെക്നിക്കും ITI ഒക്കെ സെലക്ട് ചെയ്യാം. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഏറ്റവും പ്രധാന ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. അതായത് ഹയർ സെക്കൻഡറി എടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ അവിടെയും ഒരുപാട് തീരുമാനം എടുക്കാനുണ്ട്. സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളത്. ആ ഒരു തീരുമാനം കറക്റ്റ് ആയാൽ മാത്രമേ അതിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് പല ഫാക്ടേഴ്സ്. ഒന്ന് മാർക്ക്, അല്ലെ? നല്ല മാർക്കുള്ളവരൊക്കെ സയൻസ് എടുക്കണം, അല്ലെ? ഫുൾ A+ ഉണ്ടെങ്കിൽ സയൻസ്, അതില്ലെങ്കിൽ കൊമേഴ്സ്, അതും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അത് മാർക്ക് കുറഞ്ഞ കുട്ടികൾ എടുക്കുന്ന ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണ പല കുട്ടികൾക്കും പല രക്ഷിതാക്കൾക്കും ഉണ്ട്. ഈ വെബിനാറിലുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ പൊതുവേ ഉണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. സയൻസ് കിട്ടിയില്ല അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു, അല്ലെങ്കിൽ സയൻസ് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സ് എടുത്തു, കൊമേഴ്സും കിട്ടിയില്ല ഹ്യൂമാനിറ്റീസ് എടുത്തു. ഒരിക്കലും അങ്ങനെയല്ല. വ്യക്തമായിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ നേരിട്ട് ഫുൾ A+ കിട്ടിയിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്ത് സിവിൽ സർവീസ് ഒക്കെ നേടിയ ആളുകളുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സഫ്നാൻ നാസറുദ്ദീന്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടാവും. IAS 43ാമത്തെ റാങ്ക് ഫസ്റ്റ് ചാൻസ് കിട്ടിയ പെൺകുട്ടിയാണ്. ഫുൾ A+ ഉണ്ട് 10th. ആ പെൺകുട്ടി ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ സിവിൽ സർവീസ് കിട്ടുമെന്ന്. ഹ്യൂമാനിറ്റീസ് എടുത്താൽ സിവിൽ സർവീസ് കിട്ടൂല. പക്ഷെ ആ കുട്ടി ഹ്യൂമാനിറ്റീസ് എടുത്തെന്തിനാണെന്നറിയോ? +1 +2 സമയത്ത് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കലും റെക്കോർഡും ഒക്കെ ആയിട്ട് എന്റെ സമയം നഷ്ടപ്പെടരുത് എന്ന ബോധ്യം, അല്ലെ? ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? സിവിൽ സർവീസിന് ശ്രമിച്ചു. +2 കഴിഞ്ഞ് കുട്ടി BA എക്കണോമിക്സ് എടുത്തു. എക്കണോമിക്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചാൻസ് തന്നെ 43ാമത്തെ റാങ്കോട് കൂടിയാണ് സഫ്നാൻ നാസറുദ്ദീന് IAS നേടിയത്. അത് പ്ലാനിങ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നല്ല, പക്ഷെ അത് അവർ ആ രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പൊ ആ രീതിയിൽ നല്ല മാർക്കുള്ള ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികൾ കൊമേഴ്സ് എടുക്കുന്നവർ, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും മാർക്സ് ഒരു പരിഗണിക്കേണ്ട കാര്യമല്ല. പക്ഷെ മാർക്ക് ഉണ്ടെങ്കിലേ, നല്ല മാർക്ക് ഉണ്ടെങ്കിലേ A+ പിന്നെ സയൻസ് ഒക്കെ കിട്ടും എന്നുള്ള വേറെ കാര്യം. പക്ഷെ മാർക്ക് മാത്രം നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു സ്ട്രീം എടുക്കാൻ പാടില്ല. പാരന്റൽ ഇൻഫ്ലുവൻസ് നിങ്ങൾക്കറിയാം. കുട്ടി പല രക്ഷിതാക്കൾക്കും ഒരു മടിയാ, മക്കൾ കൊമേഴ്സ് ആണ് എടുത്തത്, ഹ്യൂമാനിറ്റീസ് ആണൊക്കെ എടുത്തത്. നമ്മളൊക്കെ വിളിക്കുമ്പോൾ തന്നെ പറയും, സാറേ കുറെ സയൻസ് നോക്കി ഒന്നും കിട്ടിയില്ല എന്നിട്ട് കൊമേഴ്സ് എടുത്തു എന്നൊക്കെ പറയും. അങ്ങനെ സയൻസ് കിട്ടിയില്ലെങ്കിൽ എടുക്കേണ്ട സാധനമല്ല കൊമേഴ്സ്. കൊമേഴ്സ് ഒക്കെ എടുത്തിട്ട് മാനേജ്മെന്റ് മേഖലയിലൊക്കെ ഉള്ള ആളുകൾ, സയൻസ് ഒക്കെ എടുത്ത ആളുകൾ MBBS ഉം MD ഉം DM ഒക്കെ കഴിഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് CA CS ഒക്കെ കഴിഞ്ഞ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് വെറും 4.5 വർഷം കൊണ്ട്. ഒരു DM ഒക്കെ കഴിയുമ്പോൾ 10-11 വർഷം എടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ DM ഒക്കെ എടുത്ത് ഒരു ഹോസ്പിറ്റലൊക്കെ കയറുന്ന പിന്നെ ഡോക്ടർമാർക്ക് അവരുടെ സാലറി ഒക്കെ ഫിക്സ് ചെയ്യുന്നതും അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ HR ഒക്കെ കഴിഞ്ഞ് MBA കഴിഞ്ഞ ആളുകളാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് MBA ഒക്കെ കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് IP MAT വഴി MBA കഴിഞ്ഞ ആളുകൾ. അപ്പൊ ഒരിക്കലും രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതായിരിക്കും എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രീം തിരഞ്ഞെടുക്കുക. പിയർ ഇൻഫ്ലുവൻസും വളരെ വലിയൊരു എഫക്റ്റ് ആണ്. പല കുട്ടികളും പറയാറുണ്ട്, ഞങ്ങൾ 4 പേര് ഒന്നിച്ച് തീരുമാനിച്ചതാണ്, ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന സ്കൂളിൽ സയൻസിന് പോകണം, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളിൽ ഞങ്ങൾ കൊമേഴ്സിന് പോകാൻ തീരുമാനിച്ചതാണ്. ഒരിക്കലും അങ്ങനെ തീരുമാനിക്കരുത്. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. മാത്സ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, കൊമേഴ്സ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, മാത്സിനോട് തീരെ താല്പര്യമില്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പിയർ ഇൻഫ്ലുവൻസ് നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു, അല്ലെ? സമൂഹത്തിൽ സയൻസ് ഒക്കെ എടുത്താൽ വലിയ സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെ തെറ്റിദ്ധാരണ. അപ്പൊ അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ വളരെ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. സോഷ്യൽ ഇന്ററാക്ഷനിൽ സംസാരിക്കുമ്പോൾ സയൻസ് കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യവും ഒരിക്കലും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ ഇന്നലത്തെ ക്ലാസ്സിൽ കേട്ടതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പരിഗണിച്ച് തന്നെയാണ് സ്ട്രീം എടുക്കേണ്ടത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് കുറിച്ച് വിശദമായിട്ട് ഇന്നലെ പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡ് അറിയണമെങ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ അഭിരുചിയാണ്. ഓരോരുത്തർക്കും ചില ആളുകൾക്ക് ചിത്രം വരയ്ക്കാനുള്ള അഭിരുചി ഉണ്ടാകും, ചില ആളുകൾക്ക് മെഷീൻസ് ഒക്കെ ആയിട്ട് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാനുള്ള അഭിരുചി ഉണ്ടാകും, ചില ആളുകൾക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒരു മാത്തമാറ്റിക്കൽ സ്കില്ലൊക്കെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് നല്ല ലോജിക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിരുചികൾ തിരിച്ചറിയാന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് നേരത്തെ ചില കുട്ടികൾക്കൊക്കെ അവർക്ക് തന്നെ അറിയാം എന്റെ കഴിവ് ഇതാന്നൊക്കെ, അല്ലെ? പാരന്റ്സിന് അറിയാം, ടീച്ചേഴ്സിന് അറിയാം. ഇനി അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്. CGയുടെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്.
കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഹയർ സെക്കൻഡറിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, തമന്ന, NTA ഒരു ടെസ്റ്റ്, മൈൻഡ്ലർ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ടെസ്റ്റുകളുണ്ട്. അപ്പൊ അത്തരം ടെസ്റ്റുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ആ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവും. ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചാണ് എടുക്കേണ്ടതെന്നൊന്നും ചിലപ്പം അത് മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ ഒരു കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാൻ സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ട ടെസ്റ്റാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. ഇനി അത് പെയ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ത്യാബിക്സ് 1, 2, 3 കരിയർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷെ അതിന് കൗൺസിലിംഗ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് മാത്രമാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഗ്രാഫൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല. അങ്ങനെ എല്ലാവരും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഇതാണ്, 10th കഴിഞ്ഞിട്ട് സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ. ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഈ സമയത്ത് കൺഫ്യൂഷൻ ഉള്ള ഒരു കുട്ടി ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്. പല കുട്ടികളും ആദ്യം ചിലപ്പോൾ സയൻസ് ഒക്കെ എടുക്കാൻ തീരുമാനിച്ച ശേഷം ഈ ടെസ്റ്റ് ചെയ്തിട്ട് സയൻസിൽ നിന്ന് മാറി കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ട് വളരെ മികച്ച കരിയറിലെത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ ഉള്ള CG കരിയർമാർക്കൊക്കെ ഉണ്ടാവും അത്തരം അനുഭവങ്ങൾ പറയാൻ. അപ്പൊ അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിൽ തന്നെ കണ്ടെന്ന 7 ഗ്രാഫുകളാണ്. ഇത് CDAT ആണ്, സിജിയുടെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. വെർബൽ റീസണിങ് നോക്കുന്നുണ്ട്, വെർബൽ എബിലിറ്റി, അതുപോലെ ലോജിക്കൽ സ്കില്ല് നോക്കുന്നുണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി മാത്സിലുള്ള സ്കില്ല് നോക്കുന്നുണ്ട്, മെക്കാനിക്കൽ ടെക്നിക്കൽ സ്കില്ല് നോക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി നോക്കുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിലേക്കും ആർക്കിടെക്ചറിലേക്കും ഡിസൈനിങ്ങിലേക്കും ഒക്കെ പോകാൻ പറ്റുമോ എന്നുള്ളത്, സ്പേഷ്യൽ റീസണിങ് നോക്കുന്നുണ്ട്, ലാംഗ്വേജ് സ്കില്ലൊക്കെ ഇതിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സ്കില്ലുകളൊക്കെ നമുക്കുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രീം സെലക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ല, ഇന്നലെ മാഡം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, അല്ലെ ഇൻട്രോവേർട്ടിന് പറ്റിയിട്ടുള്ള കരിയർ ഉണ്ട്, എക്സ്ട്രോവേർട്ടിന് പറ്റിയ കരിയറുകളുണ്ട്, എക്സ്ട്രോവേർട്ടിന് പറ്റാത്തതും ഇൻട്രോവേർട്ടിന് പറ്റാത്തതും ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ അക്കൗണ്ടിങ് മേഖലയൊക്കെ ഇപ്പോൾ ഇൻട്രോവേർട്ടിന് പറ്റും അല്ലെ, ഒരു എക്സ്ട്രോവേർട്ട് എന്നായിക്കോണമെന്നില്ല. പല കുട്ടികളും വിളിച്ച് പറയാറുണ്ട്, സാറേ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും കിട്ടൂല. അങ്ങനെയൊന്നുമല്ല. ഇൻട്രോവേർട്ടിന് എക്സ്ട്രോവേർട്ടിനേക്കാൾ മനോഹരമായി ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ കരിയറുകളുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം അല്ലെ, ചില കാര്യങ്ങളിലൊക്കെ ചില കോഴ്സുകൾ, പൈലറ്റ് കോഴ്സ് പോലെയുള്ള കോഴ്സുകളൊക്കെ നല്ല ഫിനാൻഷ്യൽ ബർഡൻ വരുന്ന കോഴ്സുകളാണ്. അതുപോലെ സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ ഒക്കെ പഠിക്കണമെങ്കിൽ എന്താ, ഫിനാൻസ് കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ MBBS ഒക്കെ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം അല്ലെ. അപ്പൊ അത്തരം നമ്മുടെ വീട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം, ജോലി സാധ്യത നോക്കാം. നമ്മൾ എടുത്ത സ്ട്രീമിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ജെൻഡർ ഫാക്ടർ, ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് പ്രയാസമുള്ള മറൈൻ ജോബ്സും അതുപോലെ ഈ റിഗുകളിലൊക്കെ ഉള്ള ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ, പെട്രോളിയം മൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ജെൻഡർ ഫാക്ടർ പരിഗണിക്കാം. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിഗണിക്കാം. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം അല്ലേ. ആ ആക്ഷൻ പ്ലാനിന്റെ തുടക്കം ഇത് തന്നെയാണ്. ഫസ്റ്റ് ആക്ഷൻ പ്ലാൻ എന്താണ്, ഒരു കുട്ടി ഇതൊക്കെ പരിഗണിച്ചിട്ട് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആക്ഷൻ പ്ലാൻ എന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ബയോളജിയുള്ള സ്ട്രീം +2 എടുക്കാം. എന്നിട്ട് നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. നീറ്റ് നന്നായിട്ടൊരു കോച്ചിങ്ങിനൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് നീറ്റ് എഴുതി MBBS നേടുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ആക്ഷൻ പ്ലാൻ, വേറൊരു കുട്ടിയുടെ ആക്ഷൻ പ്ലാൻ താല്പര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലോ ആണെങ്കിൽ സയൻസ് എടുത്തോളാൻ നിർബന്ധമല്ല. LLB പോകാൻ സയൻസിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഏതെടുത്താലും പറ്റും. വെറുതെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എടുത്തിട്ട് സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. LLB എൻട്രൻസ് എഴുതാൻ ഏത് സ്ട്രീം വഴിയും പറ്റും. അതുപോലെ തന്നെ മാനേജ്മെന്റ് മേഖലയിലേക്ക് ഏത് സ്ട്രീം ഉള്ളവർക്കും പോകാൻ പറ്റും അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു ആക്ഷൻ പ്ലാനും അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കരിയർ ആക്കാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയർ സെക്കൻഡറി തന്നെയാണ്. ഞാൻ പറഞ്ഞു ഹയർ സെക്കൻഡറിയിലേക്ക് സിംഗിൾ വിൻഡോ അഡ്മിഷൻ ആണ്. ഇപ്പോൾ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. സിംഗിൾ വിൻഡോ അഡ്മിഷൻ ആണ്. അതായത് നമ്മൾ ഒരു ജില്ലയിലേക്ക് അല്ലെ, ഓരോ ജില്ലയിലേക്കും നമ്മൾ ഏകജാലകം എന്ന് പറയും അല്ലെ, ഒന്നിച്ച് അപേക്ഷ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ അപേക്ഷ കൊടുക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ലിസ്റ്റ് വരിക. അത് ഓരോ ജില്ലയിലും അപേക്ഷിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ബോർഡറിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവർക്ക് പോകാൻ പറ്റും, അടുത്തായിരിക്കും. അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യണം, മലപ്പുറം ജില്ലയിൽ വേറെ അപേക്ഷ കൊടുക്കണം, കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ വേറെ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഓരോ ജില്ലയിലും അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റ്, മാർക്കൊക്കെ കുറവുള്ള കുട്ടികൾക്ക് മാനേജ്മെന്റ് സീറ്റും അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പ്രത്യേകം അപേക്ഷ ബന്ധപ്പെട്ട സ്കൂളുകളിൽ കൊടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് hscap.kerala.gov.in ആണ്. അപ്പൊ ഇതിലൊക്കെ ഡീറ്റെയിൽസും അതുപോലെ ഇതിന്റെ ഈ ഏകജാലക അഡ്മിഷനൊക്കെ, സിംഗിൾ വിൻഡോ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് വീണ്ടും വെബിനാറുകൾ ഉണ്ടാവും. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഈ ഹയർ സെക്കൻഡറിയിൽ 3 സ്ട്രീമുകളാണുള്ളത് നിങ്ങൾക്കറിയാം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസിൽ 9 കോമ്പിനേഷനുകൾ ഉണ്ട് അല്ലെ. ഇവിടെയും നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കോമ്പിനേഷനുകൾ എടുക്കും അല്ലെ.
അതായത് സയൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ 9 കോമ്പിനേഷനുകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതെന്ന്. എല്ലാ മേഖലയിലേക്കും പോകണമെങ്കിൽ തീർച്ചയായും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ട്രീം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് തന്നെയാണ്, അല്ലേ? അതെടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിലേക്കും മെഡിക്കലിലേക്കും എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതെല്ലാ കരിയർ ഓപ്ഷൻസിലേക്കും പോകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേ സമയത്ത് അത് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം, അല്ലേ? നമുക്കത് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു കുട്ടിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ +2 പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്ട്രീം എടുക്കേണ്ടത്. കാരണം ഈ സ്ട്രീമൊക്കെ എടുത്തിട്ട് പഠിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. എടുത്ത് കുടുങ്ങി സാറേ എന്ന് പറയുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും ഒന്നും ഇത്ര ഡെപ്തിൽ, കുറച്ച് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ 10th പഠിച്ചതുപോലെയല്ല, കുറച്ച് ഡെപ്ത് പഠിക്കാനുണ്ടാവും. നല്ല ലോഡാ, 4 സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പൊ അത്തരം ഒരു സ്ട്രീം എടുക്കുമ്പോൾ ശരിക്കും ആലോചിച്ച് തന്നെ എടുക്കാം. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ ഫീൽഡ് നീറ്റ് പോലെയുള്ള എൻട്രൻസുകൾ എഴുതാം, JEE പോലെയുള്ള JEE ക്യുസാറ്റും കീമും ഇതുള്ള എൻട്രൻസുകളൊക്കെ എഴുതാം. അതുപോലെ സയൻസ് എടുത്താൽ മാത്രം പോകാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പം പൈലറ്റ്, അതുപോലെ NDA എക്സാമില് ആർമിയിലേക്ക് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പോകാൻ പറ്റുമെങ്കിലും പിന്നെ ഡിഫൻസില് അതുപോലെ തന്നെ നേവി എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സയൻസ് പഠിച്ചേ പറ്റൂ, അല്ലെ? ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ പറ്റൂ. അപ്പൊ NDA എക്സാം ഒക്കെ എഴുതിയിട്ട് 3 മേഖലയിലേക്കും പോകണമെങ്കിൽ സയൻസ് എടുക്കണം. അപ്പൊ ഇത്തരം എല്ലാ മേഖലയിലേക്കും പോകാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഇനി ചില കുട്ടികൾ ബയോളജി വലിയ താല്പര്യം ഉണ്ടാവില്ല. ഒരിക്കലും ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്കും പോകാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എല്ലാ സ്കൂളുകളിലൊന്നും ഇല്ല, പക്ഷെ ചില സ്കൂളുകളിലൊക്കെ കാണുന്നുണ്ട്, ആ ഒരു ഓപ്ഷൻ എടുക്കാം. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. അതായത് ബയോളജിയുടെ റെക്കോർഡ് വരയ്ക്കാനൊക്കെ ഉള്ള സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അവിടെ ചില പ്രശ്നമുണ്ട്. ഒരു റിസർച്ച് മേഖലയിലേക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബയോളജിയുടെ പഠിക്കുന്നതാണ്. കാരണം ഏത് മേഖലയിലേക്ക് നമ്മൾ റിസർച്ചിന് പോവുകയാണെങ്കിലൊക്കെ ബയോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലകളും പഠനങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. ഒന്ന്. രണ്ടാമത് ഐസർ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. ഈ ഐസറിലേക്കൊക്കെയുള്ള പ്രവേശന പരീക്ഷ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. ഐസറിലേക്ക് മാത്രമല്ല IIScയിലേക്കും അതുപോലെ ചെന്നൈ IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സുകളിലേക്ക് വരെ പരിഗണിക്കുന്ന ഒരു പരീക്ഷയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ ടെസ്റ്റിൽ ഫിസിക്സിന്നും കെമിസ്ട്രിന്നും മാത്സിന്നും ബയോളജിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള റിസർച്ച് മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബെറ്റർ ടു ടേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്. എന്നാൽ PCMB എന്നാണ്. അതല്ല എഞ്ചിനീയറിംഗ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. ബയോളജി ഇല്ലാത്ത ഓപ്ഷന് അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ് ഉണ്ട്. ഇതൊക്കെ 9 ഓപ്ഷൻസ് ഇങ്ങനെ കാണുന്നു എന്നല്ലാതെ എല്ലാ സ്കൂളുകളിലൊന്നും ഇല്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള സ്കൂളുകളിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അത് നമ്മൾ നോക്കണം. ഓപ്ഷൻസ് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിട്ട് കാര്യമല്ല. നമുക്ക് പോയി വരാൻ പറ്റിയ സ്കൂളുകൾ, അല്ലെ? ഹോസ്റ്റലിലൊക്കെ നിൽക്കാനൊന്നും എല്ലാവരും ഒന്നും തയ്യാറാവില്ല ഒരു സ്ട്രീമിന് വേണ്ടിയിട്ട്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം കിട്ടണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഞാൻ പോയി നിൽക്കാൻ തയ്യാറാണ് എന്ന് ആ കുട്ടി തീരുമാനിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രീം എടുക്കാം, അല്ലെ? CBSEയിലും ഇതുപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. സയൻസിൽ, മെഡിക്കൽ, നോൺ മെഡിക്കൽ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടുതലുണ്ട്. കോമ്പിനേഷൻസ് ഒക്കെ കൂടുതലുണ്ട് CBSEയിൽ. അതിൽ കൊമേഴ്സിൽ വ്യത്യസ്തമായ ഓപ്ഷൻസ്, ഹ്യൂമാനിറ്റീസിലൊക്കെ വ്യത്യസ്തമായ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് CBSEയുടെ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്കൂൾ, അതായത് നിങ്ങൾ പോകാൻ തീരുമാനിച്ച സ്കൂൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും, അല്ലേ? സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഹോമിയോ, സിദ്ധ, MBBS, BDS, ഹോമിയോ, ആയുർവേദ, സിദ്ധ എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ആവാൻ തന്നെയുള്ള ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. നീറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ എക്സാം എഴുതിയാൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. എഞ്ചിനീയറിംഗിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ആർക്കിടെക്ചർ ആവാൻ നാറ്റ പരീക്ഷയോ അല്ലെങ്കിൽ JEE മെയിൻ പേപ്പർ 2A ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആർക്കിടെക്ട് ആയിട്ട് മാറാൻ പറ്റും. 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ഐസറിലും IIScയിലും നൈസറിലും IACSലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ചിന് പോകാം. ഓരോ സ്ഥാപനവും പരിഗണിക്കുന്ന പരീക്ഷകൾ എഴുതിയാൽ മതി. പൈലറ്റ് ആവാം. പോളിടെക്നിക് ഞാൻ ഇവിടെ എഴുതാൻ കാരണം പോളിടെക്നിക്കിലേക്ക് +2 സയൻസ് കഴിഞ്ഞ കുട്ടിക്ക് ലാറ്ററൽ എൻട്രി ഉണ്ട്. സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സാധാരണ പോളി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 10th കഴിഞ്ഞിട്ട് നേരിട്ട് പോകാം. നേരിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? 3 വർഷം പഠിക്കണം. അതേ സമയത്ത് +2 സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ
2 വർഷം കൊണ്ട് പോളിടെക്നിക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ 3 വർഷം കൊണ്ട് ബിടെക്കും ലാറ്ററൽ എൻട്രി വഴി പോകാം. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിപ്ലോമയും കിട്ടും, ഡിഗ്രിയും കിട്ടും. ആ രീതിയിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡിഫൻസ് ഞാൻ പറഞ്ഞു, ആർമി, നേവി, എയർഫോഴ്സ് 3ലേക്കും പോകണമെങ്കിൽ സയൻസ് പഠിച്ചേ മതിയാവും. പാരാമെഡിക്കൽ കോഴ്സസ്, അലൈഡ് ഹെൽത്ത് കോഴ്സസ് എന്നാ ഇപ്പൊ പറയാം, അതിനും എന്ത് വേണം, സയൻസ് പഠിച്ചിരിക്കണം. പിന്നെ ബേസിക് സയൻസ് മേഖലയിലും പിന്നെ എക്കണോമിക്സും ചില സ്ഥാപനങ്ങൾ IIT-കളിലൊക്കെ എക്കണോമിക്സ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത്തരം മേഖലയിലേക്കൊക്കെ പോകണമെങ്കിൽ സയൻസ് പഠിച്ചാൽ പറ്റും. അതുപോലെ ഭോപ്പാൽ, ISR ഭോപ്പാലിലൊക്കെ ഉണ്ട്, BS എക്കണോമിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സയൻസ് പഠിച്ചാൽ പോകാം. ഡിസൈനിലേക്ക് പിന്നെ ഏത് സ്ട്രീമിലുള്ളവർക്കും പോകാം. എങ്കിലും ബാച്ചിലർ ഓഫ് പിന്നെ BF ടെക് എന്ന് പറഞ്ഞ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ നിഫ്റ്റിലൊക്കെ, അതൊക്കെ ഫാഷൻ ടെക്നോളജിയിലൊക്കെ പോകാൻ എന്ത് ചെയ്യണം, സയൻസ് പഠിച്ചാൽ മതിയാവും. ഫുഡ് ടെക്നോളജി ഉണ്ട്, ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും എല്ലാ ഓപ്ഷൻസിലേക്കും സയൻസ് പഠിച്ചാൽ നമുക്ക് പോകാൻ പറ്റും. ഇതിലൊക്കെ ഡീറ്റെയിൽസ് ഇനി വരാൻ പോകുന്ന വെബിനാറുകളിൽ ഉണ്ടാവും. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ, ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എത്തണമെങ്കിൽ സയൻസ് തന്നെ ആണ് പഠിക്കേണ്ടത്. IIT-കളാണെങ്കിലും NIT-കളാണെങ്കിലും IIIT-കളാണെങ്കിലും ബിറ്റ്സും IISc-യും ഐസറും ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും എയിംസ്, AFMC, ജിപ്മർ, ISI എന്നൊക്കെ പറഞ്ഞുള്ള ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് ഈ സയൻസ് പഠിച്ചാൽ എത്താൻ പറ്റിയ എൻട്രൻസുകളും ഇഷ്ടംപോലെ എൻട്രൻസുകളുണ്ട്. നീറ്റും, JEE അഡ്വാൻസ്ഡ്, കീമും, നാറ്റയും, ക്യുസാറ്റ്, കാറ്റ്, ബിറ്റ്സാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ എൻട്രൻസുകളുണ്ട്. പുറമെ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കുള്ള എൻട്രൻസുകളൊക്കെ നമുക്ക് എഴുതാനുള്ള അവസരങ്ങളുണ്ട്. ഇനി നമുക്ക് സയൻസ് അവിടെ നിർത്താം. കൊമേഴ്സിൽ നമുക്ക് നേരത്തെ പോലെ 9 കോമ്പിനേഷൻ ഒന്നുമില്ല, 4 കോമ്പിനേഷനുകളാണുള്ളത് കൊമേഴ്സിൽ. അതില് പിന്നെ 3 പേപ്പേഴ്സ് സെയിം തന്നെയാണ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആണ്. 4ാമത്തെ പേപ്പറാണ് മാറുന്നത്. മാത്തമാറ്റിക്സ് ഉള്ളതുണ്ട്, സ്റ്റാറ്റി ഉള്ളതുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉള്ളതുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെ? 4 കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ നിങ്ങൾക്കൊക്കെ അറിയാതാണ്, മാത്സ് ആണ്, അല്ലെ? മാത്സ് ഉള്ള കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല +2 വരെ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ഏത് പരീക്ഷ എഴുതുകയാണെങ്കിലും മുന്നോട്ടുള്ള പഠനത്തിനൊക്കെ അത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്താണ് പിന്നെ എക്കണോമിക്സിന്റെ അഡ്മിഷന് വരെ മാത്സ് +2 പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാത്തമാറ്റിക്സിന് നല്ലൊരു പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ മാത്സ് ഉള്ളത് തന്നെയാണ്. പക്ഷെ പല കുട്ടികളും മാത്സ് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ പേടിയുള്ള കുട്ടികൾക്ക് മാത്സ് ഇല്ലാത്ത കോമ്പിനേഷനൊക്കെ എടുക്കാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുക്കാം. അപ്പം ആ രീതിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിലും BCom, BBA, BBM, BVoc, ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിയുള്ള ഓപ്ഷൻ എടുത്തവർക്ക് സ്റ്റാറ്റിയിലേക്ക് പോകാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവർക്ക് BCA ചെയ്യാൻ പറ്റും. അതുപോലെ IPM അല്ലെ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, അതായത് +2 കഴിഞ്ഞിട്ട് നേരിട്ട് മാനേജ്മെന്റിലേക്ക് പോകാം. സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് കാറ്റൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ IIM-കളിലേക്കൊക്കെ പോവുക. ഇതെന്താ, നേരിട്ട് IIM ഇൻഡോർ, രോഹ്തക്, ജമ്മു, പിന്നെ ബോധ്ഗയ, അതുപോലെയുള്ള പിന്നെ റാഞ്ചി, പിന്നെ ഷില്ലോങ്, അങ്ങനെയൊക്കെയുള്ള 7ഓളം IIM-കളിൽ എന്തുണ്ട്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഉണ്ട്. അതിലേക്ക് പോകാം. അതിലേക്ക് സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഒക്കെ പോകാൻ പറ്റും. അപ്പം പക്ഷേ കൊമേഴ്സ് എടുത്ത കുട്ടികൾക്കാണ് കുറച്ചുകൂടി അവരുടെ ഒരു മേഖലയാണല്ലോ മാനേജ്മെന്റ്, അപ്പൊ അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഡിസൈൻ മേഖല നിഫ്റ്റിലും NID-യിലും UC'യുടെ IIT-കളിലും അതുപോലെ IFTK-ലും ഒക്കെ നിങ്ങൾക്ക് ഡിസൈനിങ്ങിലേക്ക് പോകാം. ലീഗൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ക്ലാറ്റും ക്ലെയും മൈലറ്റും ഒക്കെ എഴുതിയിട്ട് ലോ മേഖലയിലേക്ക് പോകാൻ പറ്റും. മാനേജ്മെന്റ് മേഖല ഞാൻ പറഞ്ഞു, ഒന്നുകിൽ BCom കഴിഞ്ഞിട്ട് കാറ്റ് എഴുതിയിട്ട് MBA ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് IPM വഴിയും പോകാൻ പറ്റും. പിന്നെ CA-ലേക്കും ACCA-ലേക്കും CMA-ലേക്കും CS-ലേക്കൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, അതായത് കൊമേഴ്സുകാരും സയൻസുകാർക്കും ഒക്കെ പോകാൻ പറ്റുമെങ്കിലും നിങ്ങൾ പിന്നെ +2 പഠിച്ച പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് ആണല്ലോ പഠിക്കാണ്ടാവുക. അപ്പൊ എന്തായാലും തീർച്ചയായും ഒരു എഡ്ജ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലെ? ഇനി ഹ്യൂമാനിറ്റീസിൽ 32ഓളം കോമ്പിനേഷൻസ് ഉണ്ട്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജിയോഗ്രഫി ഉണ്ട്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി ആണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് പറ്റിയ സ്കൂളുകൾ, നമ്മൾക്ക് പോയി വരാൻ പറ്റിയ സ്കൂളുകളിൽ ഏതാണ് കോമ്പിനേഷൻസ് ഉള്ളത് എന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. എക്കണോമിക്സും ജിയോഗ്രഫിയും ഹിസ്റ്ററി ഒക്കെ ഉള്ള ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസിലുണ്ട്. അപ്പോൾ ആ കോമ്പിനേഷൻസ് പഠിച്ചിട്ട് അതിലും പിന്നെ ഹയർ സ്റ്റഡീസ് അല്ലെ, നമ്മൾ പഠിക്കുന്ന പേപ്പർ, ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇപ്പോൾ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഹിസ്റ്ററിയിൽ ഹയർ സ്റ്റഡീസിന് പോകാം. എക്കണോമിക്സ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അതിന് ഹയർ സ്റ്റഡീസിന് പോകാം. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലയിൽ ഹയർ സ്റ്റഡീസിന് ശ്രമിക്കാം. ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്,
CUET അല്ലെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. CUET എഴുതിയിട്ട് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുക, PG എടുക്കുക, ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി അതില്ലെങ്കിൽ കേരളത്തിൽ ഓട്ടോണമസ് കോളേജസ് നോക്കാം, ഇല്ലെങ്കിൽ അല്ലാത്ത കോളേജുകളൊക്കെ നോക്കാം. ആ രീതിയിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. ജോഗ്രഫിയും അതുപോലെ ലോ, ലീഗൽ ഫീൽഡിലേക്ക് പോകാം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആർക്കിയോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് അതർ ലാംഗ്വേജസ്, സോഷ്യൽ വർക്കിലെ MSW ഒക്കെ ചെയ്തിട്ട് പോകാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്കും സൈക്കോളജിയിലേക്കും ഫിലോസഫിയിലേക്കും ഒക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് അതിലുണ്ട്. എൻട്രൻസുകളും പലപ്പോഴും കുട്ടികളുടെ ഒരു പരാതിയാണ്, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒന്നും നിർത്താൻ ഞങ്ങൾക്ക് എൻട്രൻസ് ഒന്നുമില്ല അല്ലേ. അവർക്കും എൻട്രൻസുകൾ താല്പര്യം ഉണ്ടെങ്കിൽ പല എൻട്രൻസുകളും ഉണ്ട്, പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് CUET തന്നെയാണ്, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതുവഴി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ വളരെ കുറഞ്ഞ ഫീസോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. പഠിക്കാന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ പറ്റും. എബ്രോഡൊക്കെ വളരെ എളുപ്പത്തിൽ വിദേശത്ത് വരെ പോകാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പൊ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ IP മാറ്റും ജിപ്മാറ്റും ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ മറ്റൊരു എൻട്രൻസ് ആണ് NCHM JEE. NCHM JEE എന്ന് പറഞ്ഞ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിലെ ആ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ക്രൂയിസ് ഷിപ്പുകളിലും എയർപോർട്ടുകളിലും ഒക്കെ നിങ്ങൾക്ക് നല്ല ജോലി സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. NCHM JEE വഴി കോവളത്തും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് SIHM ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് പഠിക്കാൻ വന്നിട്ട് നല്ല ജോലി സാധ്യത ഉള്ളതാണ്. ക്ലാറ്റ്, ILET ഒക്കെ എഴുതിയിട്ട് ലീഗൽ ഫീൽഡിലേക്ക് LLB നല്ലൊരു ഓപ്ഷനാണ്. LLB മുമ്പത്തെ പോലെ ഒരു വക്കീലാവുക എന്നുള്ളത് മാത്രമല്ല, കോർട്ടിലൊക്കെ പോയിട്ട് വാദിക്കുക എന്നുള്ളതല്ല. അതല്ലാതെ ഒരു ദിവസം പോലും കോടതിയിൽ ഹാജരാകാതെ ലക്ഷങ്ങൾ വാങ്ങുന്ന ലീഗൽ അഡ്വൈസേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഡിഫൻസിൽ JAG, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അതുപോലെ ബാങ്കിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് ലീഗൽ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ NDA തന്നെ എഴുതാം, പക്ഷേ ആർമിയിലേക്ക് മാത്രമേ പറ്റൂ. NID ഡാറ്റ്, NIDയിലേക്ക് പിന്നെ NIDയിലെ ബി ഡിസൈൻ കോഴ്സ് പഠിക്കാം, നിഫ്റ്റിലെ ബി ഡിസൈൻ കോഴ്സ് പഠിക്കാം. UCD, അതായത് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ IIT പഠിക്കാനുള്ള അവസരം UCD വഴിയാണ്. അതല്ലാതെ JEE എഴുതാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്താണ് UCD വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ബി ഡിസൈൻ പഠിക്കാനുള്ള അവസരമുണ്ട്. IIT മുംബൈയിലും ഡൽഹിയിലും ഹൈദരാബാദിലൊക്കെ അവസരമുണ്ട്. അതുപോലെ FDDI എന്ന് പറഞ്ഞ സ്ഥാപനം, ഫുഡ്വെയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവിടേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഫുഡ്വെയർ ഡിസൈനായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. ഇങ്ങനെയൊക്കെ എൻട്രൻസുകളൊക്കെ ഹ്യൂമാനിറ്റീസുകാർക്കും എഴുതാൻ പറ്റും. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇഷ്ടം പോലെ ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം, ജാമിയ മില്ലിയ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ IFLU, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ്, അതുപോലെ NLU നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തമ്മിൽ ഇതും ഹയർ സെക്കൻഡറി തമ്മിൽ ഉള്ള കാര്യമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു വൊക്കേഷണൽ സബ്ജക്ട്, ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, അതിന് പകരം വൊക്കേഷണൽ സബ്ജക്റ്റ് ആണുള്ളത്. അപ്പൊ ആ വൊക്കേഷണൽ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ അങ്ങനെ വലിയ ജോലിയൊന്നും കിട്ടാറില്ല. വൊക്കേഷണൽ സബ്ജക്ട് പഠിക്കാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അവിടെ അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇംഗ്ലീഷും ED എന്ന് പറഞ്ഞ 2 പേപ്പർ ഉണ്ട്. പിന്നെ വൊക്കേഷണൽ സബ്ജക്റ്റും പിന്നെ ഓപ്ഷണൽ സബ്ജക്ട്സും ആണ്. ആ ഓപ്ഷണൽ സബ്ജക്ട്സിൽ എന്തൊക്കെയുണ്ട്? വൊക്കേഷണൽ സബ്ജക്ട് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട്, അത് ഓരോ VHSCയിലും വ്യത്യസ്തമായിരിക്കും. പിന്നെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D, 4 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ ഗ്രൂപ്പ് Aയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെ, അതായത് പിന്നെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണത്. അതുപോലെ ബയോളജി, മെഡിക്കൽ ഗ്രൂപ്പാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ അതുപോലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. കൊമേഴ്സിൻ്റെത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ ഇനി അഥവാ മെഡിക്കൽ ഗ്രൂപ്പ് എടുത്താൽ, അതായത് ബയോളജി ഗ്രൂപ്പ് എടുത്ത ഒരു കുട്ടിക്ക് വേണമെങ്കിൽ സ്കോൾ കേരള വഴിയൊക്കെ മാത്സ് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പോലെ PCMB എടുത്തതിന് ഇക്വലന്റ് ആവും. അപ്പോൾ JEEയും എഴുതാം, നീറ്റും എഴുതാം, കീമും എഴുതാം, എല്ലാ എൻട്രൻസും എഴുതാം. അങ്ങനെ പല കുട്ടികളും ചെയ്യാറുണ്ട്. അപ്പൊ ഈ VHSC നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹയർ സെക്കൻഡറിക്ക് അപേക്ഷ കൊടുക്കുന്ന കൂട്ടത്തിൽ VHSCക്കും അപേക്ഷിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഫുൾ A+ ഒന്നും കിട്ടാത്ത കുട്ടികൾ, കാരണം സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഹയർ സെക്കൻഡറി കിട്ടാത്തതിന്റെ പേരിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് VHSCയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി 15ഓളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. വാഴക്കാടൊക്കെ ഉണ്ട്. അവിടെയും സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. അതിന് പകരം അവിടെ ഉള്ളത് ഈ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. പിന്നെ അവിടെ 2 സ്ട്രീം മാത്രമേ ഉള്ളൂ. അവിടെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒന്നും ഇല്ല. ഫിസിക്കൽ സയൻസും ഇന്റഗ്രേറ്റഡ് സയൻസും. ഫിസിക്കൽ സയൻസ് ആണ് എഞ്ചിനീയറിംഗ്
ഏരിയ ഇലക്ട്രോണിക് സർവീസ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ് ഉണ്ടാവുക. ഇന്റഗ്രേറ്റഡ് സയൻസ് ആണ് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ. അവിടെ ലൈഫ് സയൻസും പഠിക്കാനുണ്ടാകും. ഇതൊരു 15ഓളം സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ IHRDയുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അഫ്ളലുൽ ഉലമ അല്ലെ, അറബിക് കോളേജുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് SLC കഴിഞ്ഞാൽ തന്നെ പോയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ അഫ്ളലുൽ ഉലമ കഴിഞ്ഞാൽ +2 ഹ്യൂമാനിറ്റീസ് എടുത്തതിന് ഇക്വലന്റ് ആണ്. അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങളുടെ ഷോർട്ട് ടേമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബിനാർ ഉണ്ടാവും, അതിൽ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ പറയും. കേരള കലാമണ്ഡലത്തിൽ പഠിക്കാം അല്ലെ, ഹയർ സെക്കൻഡറി പഠിക്കാം. അതിന്റെ കൂടെ 14ഓളം ആർട്സ് സബ്ജക്റ്റും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അവിടെ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള അവസരമുണ്ട്. പിന്നെ ഉള്ളത് പോളിടെക്നിക് ആണ്. പോളിടെക്നിക് ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ +2ലേക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അതായത് ഹയർ സെക്കൻഡറി പഠിക്കാൻ നല്ല പെട്ടെന്നൊരു ജോലിയിലേക്കൊക്കെ കയറണമെങ്കിൽ ഇഷ്ടംപോലെ പോളിടെക്നിക്കുകൾ ഉണ്ട്. പോളിടെക്നിക്കുകൾ ഗവൺമെന്റും എയ്ഡഡും സെൽഫ് ഫൈനാൻസിങ് പോളിടെക്നിക്കുകൾ ഉണ്ട്. വുമൻസ് പെൺകുട്ടികൾക്കായിട്ടുള്ള പോളിടെക്നിക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പോളിടെക്നിക്കുകൾ ഉണ്ട്. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പോളിടെക്നിക്കുകളൊക്കെ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി നമുക്ക് എന്ത് ചെയ്യാം, ബിടെക്കിലേക്കും പോകാൻ പറ്റും. അപ്പൊ CET-യിലൊക്കെ ചിലപ്പം ടീം എഴുതിയിട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതേസമയത്ത് നിങ്ങളൊരു പോളി പോയിട്ട് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് LET എഴുതിയിട്ട് ചിലപ്പോൾ CET-യിലൊക്കെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. കാരണം അവിടെ LET-ക്ക് ഇത്ര സീറ്റുകളുണ്ട്, ഇത്ര പെർസെൻറ്റേജ് സീറ്റുകളുണ്ട്. അപ്പൊ നല്ലൊരു ഓപ്ഷനാണ് പോളിടെക്നിക്. അതുപോലെ തന്നെ ITIയും പെട്ടെന്നൊരു ജോലി ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ITI. അവിടെ മെട്രിക്, നോൺ മെട്രിക്, SLC പാസ്സാവാത്തവർക്കുള്ള കോഴ്സും ഉണ്ട്, പാസ്സായവർക്കുള്ള കോഴ്സും ഉണ്ട്. എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളൊക്കെ ഉണ്ട്. NCVT സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. KGCE സർട്ടിഫിക്കറ്റും ഉണ്ട്, പക്ഷെ അതിൽ നല്ലത് NCVT സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ NTTFL, നെറ്റ്വർക്ക് ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഡിപ്ലോമ പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇതിന് അംഗീകാരത്തിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ലാറ്ററൽ എൻട്രി വഴിയൊക്കെ ബിടെക്കിനൊക്കെ പോകാൻ പ്രയാസമുണ്ട്. പക്ഷെ ഇവിടെ പഠിക്കുന്ന പല കുട്ടികൾക്കും, തലശ്ശേരിയാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്, അവിടെ പഠിക്കുന്ന പല കുട്ടികൾക്കും വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി കിട്ടുന്നു. പിന്നെ സിപ്പറ്റിലൊക്കെ ഉള്ള ഡിപ്ലോമ അല്ലെ, 3 വർഷത്തെ ഡിപ്ലോമകൾ ഉണ്ട്. ഡിപ്ലോമ പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജിയിൽ, പ്ലാസ്റ്റിക് ടെക്നോളജിയിലൊക്കെ ഡിപ്ലോമ ഉണ്ട്. അതുപോലെ ഹാൻഡ്ലൂം ടെക്നോളജിയിൽ പിന്നെ ഡിപ്ലോമ ഉണ്ട്. ഇതൊരു ജോലി സാധ്യത, പ്ലേസ്മെന്റ് ഒക്കെ ഫുൾ 100% പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറഞ്ഞത്. കണ്ണൂരൊക്കെ ഉണ്ട് ഈ സ്ഥാപനം. അപ്പം ഞാൻ പിന്നെ പൊതുവേ ഈ ഷോർട്ട് ടേം കോഴ്സുകളൊന്നും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ഈ രീതിയിലുള്ള വെബിനാറിലുള്ള ആൾക്കാർ നേരത്തെ തന്നെ ആരും ഷോർട്ട് ടേം കോഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റു കോഴ്സുകളിലേക്ക് ഒന്നും പോകുന്നില്ലെങ്കിൽ മാത്രം പരിഗണിക്കേണ്ട കോഴ്സുകളാണ്. JSSന്റെ ഹോം ഫർണിഷിംഗ്, ബ്യൂട്ടി ആൻഡ് വെൽനസ് ഒക്കെ പലതുള്ള കോഴ്സുകളുണ്ട്. JDC അല്ലെ, പിന്നെ ക്ലറിക്കൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ഒരു ക്ലർക്കൊക്കെ ആയിട്ട് കയറാനുള്ള കോഴ്സാണ്. 10 മാസത്തെ കോഴ്സാണ്. സിഫ്നെറ്റിൽ വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ ആയിട്ട് ഉള്ള 10 കോഴ്സുകളുണ്ട്. ഇതൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോകാൻ പറ്റിയ കോഴ്സുകളാണ്. സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 17ഓളം കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ലൈബ്രറി സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തിരുവനന്തപുരത്തൊക്കെ അവൈലബിൾ ആണ്. സർവേ കോഴ്സ്, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെയിൻ സർവേ കോഴ്സ് പഠിക്കാൻ അവസരമുണ്ട്. അതുപോലെ പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഷൂ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലെ സെൻട്രൽ ഫുട്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഹോമിയോ ഫാർമസി എന്ന് പറഞ്ഞ കോഴ്സ് 1 ഇയർ കോഴ്സാണ്. 10th കഴിഞ്ഞവർക്ക് പോകാവുന്നതാണ്. കാലിക്കറ്റും അതുപോലെ തിരുവനന്തപുരത്തും ഗവൺമെന്റ് ഹോമിയോ കോളേജുകളിലുണ്ട്. അതുപോലെ ആയുർവേദ ആയിട്ട് ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ്, ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് NSTIയുടെ പല കോഴ്സുകളും, IoT ആയിട്ട് ബന്ധപ്പെട്ടത്, ഡ്രസ് മേക്കിംഗ്, ഇലക്ട്രോണിക് മെക്കാനിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ CAT ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പലതരത്തിലുള്ള KGTയുടെയും ഒക്കെ പ്രസ് വർക്ക്, പ്രസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയായിട്ടും, അതുപോലെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ തിരുവനന്തപുരത്തും കോഴിക്കോട്, എറണാകുളത്തൊക്കെ ഉണ്ട്. പിന്നെ LBS, കെൽട്രോൺ, റൂട്രോണിക്സ്, ASAP ഒക്കെ കൊടുക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സുകൾ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പോലെയുള്ള കോഴ്സുകൾ IHRD ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തരം കോഴ്സുകളൊക്കെ എടുത്തിട്ട് ചെറിയ, ഇപ്പൊ വേണമെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ വേണമെങ്കിൽ ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കാം അല്ലെ. 2 മാസം 3 മാസം ഒക്കെ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ജോലികൾക്കൊക്കെ സാധ്യതകളുണ്ട്. അപ്പം ഇതൊക്കെ ആണ് സാധ്യതകൾ. ഡിപ്ലോമ കോഴ്സിനൊന്നും ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ആ ഷോർട്ട് ടേം കോഴ്സൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ തന്നെ റെക്കോർഡിങ് നിങ്ങളുടെ പിന്നെ സിജിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അതിലൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു പോയത് ആ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ സിജിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. 10th ശേഷം നിങ്ങൾ സ്ട്രീം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതാണ്. നിങ്ങൾ ഏത് സ്ട്രീം എങ്ങനെ എടുക്കുന്നോ അത് എടുത്തിട്ട് എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ. ഒരിക്കലും 10th ഒന്നും അല്ല നിങ്ങളുടെ
ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അഡ്വക്കേറ്റ് ആവണോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണോ, എന്താകണമെന്ന് തീരുമാനിക്കുന്ന സമയം +2 ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു കരിയറിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു കരിയറിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു അൻവർ സാർ. അൻവർ സാർ ഒരു ചോദ്യം, പിന്നെ ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ഉണ്ട്. ഷോർട്ട് ടേം നല്ലതാണോ? ഞാൻ നേരെ തന്നെ പറഞ്ഞു, ഷോർട്ട് ടേം ഒരിക്കലും നല്ലതല്ല. ഷോർട്ട് ടേം കഴിഞ്ഞ ഒരു ജോലിയൊക്കെ കിട്ടുന്നൊക്കെ പറയാമെന്നല്ലാതെ വളരെ കുറഞ്ഞ ശമ്പളമാണ് ഒന്ന്. നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇപ്പോഴത്തെ കാലത്തൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാലറി ഒന്നും ഷോർട്ട് ടേം കോഴ്സ് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് പരമാവധി ആളുകൾ ഒരുവിധം പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, +2 എന്തായാലും കഴിയട്ടെ. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് ടേമിനെ കുറിച്ച് ആലോചിക്കാം. 10th കഴിഞ്ഞിട്ട് എന്തായാലും ഷോർട്ട് ടേമിന് പോകുന്നത് ഒരിക്കലും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ +2 സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ VHSC, ഓക്കെ, അതുപോലെ ITI, പോളിടെക്നിക് തുടങ്ങിയവ. വേറെ ഇതിൽ പറയുകയാണെങ്കിൽ +2 സയൻസ് എടുത്താൽ ഏതെങ്കിലും മേഖലയിലേക്ക് പോവാം, അല്ലെങ്കിൽ കൊമേഴ്സ് സാധ്യതകൾ, ഹ്യൂമാനിറ്റീസ് സാധ്യതകൾ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിക്കരുത്. നമുക്ക് ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിൽ സെഷനുകളുണ്ട്. നാളെ കൊമേഴ്സ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളാണ്. അടുത്ത ദിവസം ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ സെഷനുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ നല്ലതാണ്, കാരണം അൻവർ സാർ അത് ക്ലിയർ ആവും. അഥവാ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. കുട്ടികൾക്കും ചോദിക്കാം, രക്ഷിതാക്കൾക്കും ചോദിക്കാം. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, കൊമേഴ്സിൽ CBSE ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. കൊമേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഓപ്ഷൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള, അതായത് നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാപനത്തിൽ ഉണ്ടാകണം. അപ്പോൾ ആ സ്ഥാപനമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം. ഇൻഫർമേഷൻ പ്രാക്ടീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, മൾട്ടിമീഡിയ ആൻഡ് വെബ് ടെക്നോളജി, ഓൺടർപ്രണർഷിപ്പ്, ലീഗൽ സ്റ്റഡീസ് ഒക്കെ ഇപ്പോൾ CBSE ഓപ്ഷൻ ആയിട്ടുണ്ട്. പല കോമ്പിനേഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പറ്റുന്ന സ്ഥാപനം, ഇപ്പോൾ പിന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഖത്തറിൽ അവിടെയുള്ള സ്കൂളുകളിൽ ഏതാണ് കോമ്പിനേഷൻ നോക്കുക. അത് കൊമേഴ്സ് മാത്രമല്ല, സയൻസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അല്ലാതെ ഓപ്ഷൻസ് ഒരുപാട് CBSE കൊടുത്തിട്ട് കാര്യമല്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥാപനങ്ങളിൽ വേണം. ഇത് അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആവുക സർ? അത് റിസൾട്ട് വന്നിട്ട്, ഇപ്പൊ ഒന്നിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ റിസൾട്ട് വന്ന ഉടനെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് CGയുടെ വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ പിന്നെ വെബിനാറുകളും ഉണ്ടാവും. മിക്കവാറും ഇതുമായിട്ട് പിന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വെബിനാറുകളും CG നടത്തും. അപ്പൊ മാനേജ്മെന്റ് സീറ്റിലേക്ക് കൊടുക്കുന്നതും സെയിം ടൈമിംഗ്? അതെ, അതൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയും, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ മാനേജ്മെന്റ് സീറ്റിന് അപേക്ഷിക്കണം. കമ്മ്യൂണിറ്റി ഒക്കെ അതിനൊക്കെ കൃത്യമായ ഡേറ്റുകൾ ഉണ്ടാവും. പിന്നെ ഇതിൽ വന്നൊരു ചോദ്യം, സയൻസ് എടുത്ത് പോളിടെക്നിക് കോഴ്സ് എടുത്താൽ ബിടെക്കിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ലാറ്റർ എൻട്രിയുമായി ബന്ധപ്പെട്ടത് സാറ് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ അൻവർ സാർ. അതെ, അതാണ്. പിന്നെ പോളിടെക്നിക് കഴിഞ്ഞാല് സയൻസ് +2 ഒരു സയൻസ് സ്ട്രീം പഠിച്ച കുട്ടിക്ക് പോളിയിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യാം. അതായത് പോളിയിലേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു 10th കഴിഞ്ഞാൽ തന്നെ പോകാം, അല്ലേ? ആർക്കും പോകാം. അപ്പൊ ഒരു +2 കഴിഞ്ഞ കുട്ടിക്കും പോകാം. +2 കൊമേഴ്സ് കഴിഞ്ഞാലും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാലും സയൻസ് കഴിഞ്ഞാലും പോകാം. പക്ഷെ സയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കഴിഞ്ഞ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ജോയിൻ ചെയ്യണം. അപ്പൊ 2 വർഷം കൊണ്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് +2 സയൻസ് സ്ട്രീം, മാത്സ് ഉള്ള സ്ട്രീം പഠിക്കുന്ന കുട്ടികൾ.
ഐസർ എക്സാമിന് ബയോളജി വേണ്ടതുണ്ടോ? യെസ്, അതാണ് ബയോളജി നിർബന്ധമല്ല, പഠിക്കണം നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 15 ചോദ്യം ഐസർ എക്സാമിന് പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സിന് 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ആ 15 ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അഥവാ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ബയോളജി പഠിക്കേണ്ടി വരും. കാരണം ആ മാർക്കും പരിഗണിക്കും. ഇത് നൈസറിന്റെ പരീക്ഷ നെസ്റ്റിലും ഇത് ചോദിക്കുന്നുണ്ട്. പക്ഷെ നെസ്റ്റില് ബെസ്റ്റ് ഓഫ് 4 ആണ് എടുക്കുക. അതായത് 4 എണ്ണത്തില് മികച്ച സ്കോറുള്ള 3 എണ്ണ പരിഗണിക്കുക. അപ്പൊ ഒന്ന് ബയോളജി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേ സമയത്ത് ഐസറിൽ 4 പരിഗണിക്കും. അതുകൊണ്ട് ഐസർ പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, 4 സബ്ജക്റ്റും പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലാസ് 10 കഴിഞ്ഞാൽ +2 CBSE ആണോ ബെറ്റർ എന്ന്? ഓക്കെ, അത് ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അതായത് CBSE പിന്നെ ആണോ ബെറ്റർ എന്ന് വെച്ചാൽ CBSE ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ എൻട്രൻസ് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ പ്രകടനം വിലയിരുത്തുന്ന എൻട്രൻസുകളിലൂടെ ആണല്ലോ. അപ്പൊ നീറ്റ് ആണെങ്കിലും JEE ഒക്കെ ആണെങ്കിലും ഒക്കെ CBSE കുട്ടികൾക്ക് ഒരു എഡ്ജ് ഉണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസും അല്ലെ, നിങ്ങൾ പഠിക്കുന്ന പാറ്റേണും അതുപോലെ ക്വസ്റ്റ്യൻസ് വ്യത്യാസം ഉണ്ടല്ലോ. CBSE എക്സാമിന്റെ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ് സിലബസിലുള്ള ക്വസ്റ്റ്യൻസും തമ്മിൽ വ്യത്യാസം. സിലബസ് ഒക്കെ സെയിം ആണ്, NCERT സിലബസ് തന്നെയാണെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ CBSE കുറച്ചുകൂടി പിന്നെ നല്ല പിന്നെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ രീതിയിൽ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് CBSE കുട്ടികൾ എപ്പോഴും റാങ്കിലൊക്കെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പറ്റുമെങ്കിൽ CBSE തന്നെയാണ് ഇതുപോലെയുള്ള എൻട്രൻസുകൾക്കൊക്കെ കൂടുതൽ നല്ലത്. ബയോസയൻസ് എടുത്താൽ മാത്രമാണോ ഫോറൻസിക് സയൻസ് എടുക്കാൻ പറ്റുക? അങ്ങനെ ഈ ഫോറൻസിക് സയൻസ് ശരിക്കും ഡിഗ്രി കോഴ്സ് കേരളത്തിലില്ല. അങ്ങനെ ഒരു സബ്ജക്ട് പിന്നെ ഒരു ഡിഗ്രി ആയിട്ട് ഫോറൻസിക് സയൻസ് കേരളത്തിലില്ല. പിന്നെ MSc ഫോറൻസിക് സയൻസ് PG ഒക്കെ ആണുള്ളത്. അപ്പൊ ഫോറൻസിക് സയൻസ് ഇനി എടുക്കരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാണ് പല കുട്ടികളും എടുക്കുന്നത്, ഫോറൻസിക് സയൻസ് ഒക്കെ എടുക്കുന്നത്. ഇനിയിപ്പോ ഫോറൻസിക്കിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് MBBS എടുത്തിട്ട് MD ഫോറൻസിക് മെഡിസിൻ ഒക്കെ എടുക്കാം. ഇപ്പൊ ഷേർലി വാസു ഒക്കെ അല്ലേ പഠിത്തം മരിച്ചേ, അവരൊക്കെ അങ്ങനെ പിന്നെ വലിയ കേസുകളൊക്കെ തെളിയിച്ചത് MD എടുത്തിട്ടാണ്, MBBS കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ആ ഒരു ഫോറൻസിക് സയൻസ് അതുപോലെ ക്രിമിനോളജി പോലെയുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയാനുള്ളത്. CA എടുക്കുകയാണെങ്കിൽ ഏതാണ് +2 എടുക്കേണ്ടത്? BA എടുക്കുകയാണെങ്കിലോ? CA ചാർട്ടേഡ് അക്കൗണ്ടൻസി. CA എടുക്കണമെങ്കിൽ +2 ഏത് സ്ട്രീം എടുത്താലും CA-ലേക്കും CS-ലേക്കും CMA-ലേക്കും ഒക്കെ പോകാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ CA ആണ് തീരുമാനിച്ചെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൊമേഴ്സ് സ്ട്രീം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം CA-ന്റെ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ +2 കൊമേഴ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും, ഫൗണ്ടേഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് CA ആണെന്ന് ഉറപ്പ്, ചാർട്ടേഡ് കോഴ്സ് ആണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം എടുത്തോളൂ. കൊമേഴ്സിൽ തന്നെ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എന്ന കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം CA ഫൗണ്ടേഷനിലെ 4 പേപ്പറിൽ 1 പേപ്പർ മാത്സ് ആണ്. അൻവർ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൊമേഴ്സ് 4 ടൈപ്പ് ഉണ്ട്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട്, മാത്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അപ്പൊ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എന്ന കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നാച്ചുറോപ്പതി ഡോക്ടർ പഠിക്കാൻ സയൻസ് ഏത് എടുക്കണമെന്നാണ് ചോദിച്ചത്. മറ്റൊരു ക്വസ്റ്റ്യൻ, നാച്ചുറോപ്പതി എന്ന് പറഞ്ഞൊരു കോഴ്സ് പിന്നെ എവിടെ പോയിട്ട്, എവിടെ ഇല്ലല്ലോ, കേരളത്തിൽ അങ്ങനെ ഒരു കോഴ്സ് ഇല്ലല്ലോ, പുറത്തെവിടെ പോയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ സയൻസ് എന്തായാലും വേണ്ടി വരും. കാരണം എന്താണ്, ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലേ. അപ്പോൾ അത് എവിടെയാണ്, ഏത് സ്ഥാപനമാണെന്നുള്ള അവിടെ നോക്കേണ്ടി വരും, അവിടെ എന്താണ് അവർ അഡ്മിഷൻ പറയുന്നത്. അവര് +2 ആയിരിക്കും ഉദ്ദേശിച്ച, +2 ബയോളജി സയൻസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ ബയോളജി സയൻസ് എടുക്കണം, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ +2 ബയോളജി സയൻസ് തന്നെ ഏത് വേണമെന്നൊക്കെ ആയിരിക്കും. എന്തായാലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തന്നെ ആയിരിക്കും, ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലേ. ഡിസൈനിങ് ആൻഡ് പഠിക്കാൻ +2 ഏതെടുക്കണം? അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തോളൂ സർ. ഓക്കെ, ഡിസൈനിങ് പഠിക്കാൻ +2 ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. NID-യിലും നിഫ്റ്റിയിലും UCED വഴി IIT-കളിലൊക്കെ ഏത് സ്ട്രീം എടുത്താലും പോകാൻ പറ്റും. പക്ഷെ ചില സ്ഥാപനങ്ങൾ, ചില IIT-കൾ, അതുപോലെ തന്നെ നിഫ്റ്റിയിലുള്ള BFTech എന്ന് പറഞ്ഞ കോഴ്സ് ഒക്കെ അവർ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ IIIT-DM എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ജബൽപൂരിൽ, അവിടെയൊക്കെ അവർ പറയുന്നുണ്ട് +2 മാത്സ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊമേഴ്സുള്ള മാത്സ് പഠിച്ചാലും മതി. അപ്പൊ ഒരു മാത്സ് പഠിക്കേണ്ട ചില സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്
മാത്രം നോക്കിയാൽ മതി. ബാക്കി പൊതുവെ ഡിസൈൻ കോഴ്സിന് ഏത് സ്ട്രീമുകാർക്കും പോകാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, AI പഠിക്കാൻ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ജനറൽ സ്വഭാവത്തിലുള്ള ചോദ്യമാണ്. AI പഠിക്കാൻ ഇപ്പൊ നമ്മൾ സാധാരണ ചില കുട്ടികളൊക്കെ AI പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് AI ടൂളുകളൊക്കെ പഠിക്കാനാണ്. അത് പഠിക്കാൻ ആർക്കും പഠിക്കാൻ, ചെറിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ AIയുടെ പ്രോഗ്രാമിംഗ് ആ ലെവലിലേക്ക് പോകണമെങ്കിൽ സയൻസ് സ്ട്രീം തന്നെ വേണം. ഫിസിക്സ്, കെമിസ്ട്രി ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കുക. എന്നിട്ട് ബിടെക് AI എടുക്കാം. ബിടെക് AI വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളിലേ കൊടുക്കുന്നുള്ളൂ. IIT-കളിലൊക്കെ ഒരു IIT ഹൈദരാബാദിലൊക്കെ മാത്രമേ ഉള്ളൂ ആ കോഴ്സ്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ വർഷം ചെന്നൈ IIT മദ്രാസിൽ തുടങ്ങിയിട്ടുണ്ട് ഡാറ്റാ സയൻസ് ഒക്കെ. പക്ഷെ ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക ബിടെക്കിന്, എന്നിട്ട് AI-യിലേക്ക് പോകുന്നതാണ്. നേരിട്ട് AI എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം AI എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ ഒക്കെ ഒരു വലിയ ആപ്ലിക്കേഷനാണ്. ലീനിയർ ആൾജിബ്രന്റെയും അതുപോലെ സ്റ്റാറ്റിയുടെയും പ്രോബബിലിറ്റിയുടെ ഒക്കെ വലിയ ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും AI അത്ര നല്ല രീതിയിൽ പൂർത്തിയാക്കാനോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കയറാനോ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ എപ്പോഴും നല്ലത് ഒരു കോർ ബ്രാഞ്ച് എടുക്കുക. അത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഈസി എടുത്താലും പോകാം AIയുടെ കോഴ്സുകളൊക്കെ ചെയ്യാൻ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കട്ടോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാത്തത് കൊണ്ടാണ് ഈ മെസ്സേജ് ചെയ്തത് ഞാൻ വായിക്കുന്നത്. ഇതിലിപ്പം വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ലോജിസ്റ്റിക്സ് പഠിക്കാൻ ഗേൾസിന് പറ്റുമോ എന്നുള്ളതാണ്. ഈ ഗേൾസ് ബോയ്സ് എന്നുള്ള ഒരു സംഗതിയെ പൊതുവായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞോളൂ സർ. അങ്ങനെ ശരിക്കും ഗേൾസ് ബോയ്സ് എന്നുള്ളത് ഒരു കരിയറിലും ശരിക്കും അങ്ങനെ വലിയ വിഷയമൊന്നും അല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെൻഡർ ഫാക്ടർ പരിഗണിക്കേണ്ട ചില ഏരിയകളുണ്ട്. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്, ചരക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. അപ്പൊ അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊന്നും ഒരു പ്രയാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്, ലോജിസ്റ്റിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 24 hours എൻഗേജ്ഡ് ആവേണ്ട ഒരു ഏരിയ ആണ്. അതായത് ഒരു ചരക്ക്, ഒരു പാർസൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അത് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന വരെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ വേണ്ടി വരും. അപ്പൊ എപ്പോഴും എൻഗേജ്ഡ് 24 hours ഒക്കെ എൻഗേജ്ഡ് ആവാനൊക്കെ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോജിസ്റ്റിക്സ് ഒക്കെ ഒഴിവാക്കാം. അതേ സമയത്ത് ലോജിസ്റ്റിക്സ് പഠിക്കാൻ ഗേൾസിന് പറ്റായൊന്നുമില്ല, തീർച്ചയായും പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. ഒരു എന്താ പറയാ 10 to 5 എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ജോബൊന്നും ആയിരിക്കില്ല ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു പ്രയാസം മാത്രമേ. കൊമേഴ്സ് പഠിക്കാൻ CBSE ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ ബെറ്റർ? അത് ഞാൻ പറഞ്ഞു. പിന്നെ ഏതായാലും CBSEക്ക് അതിൻ്റെതായ എൻട്രൻസുകളൊക്കെ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് CBSEക്ക് ഉണ്ട്. അതേ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും നന്നാവും. മാർക്ക് കൂടുതൽ ഇത്ര കിട്ടി, ഇത്ര full A+ കിട്ടി എന്നൊക്കെ പറയാനല്ലോ, അതിന് സ്റ്റേറ്റ് ആയിരിക്കും നന്നാവുക. പക്ഷെ CBSE ആണ് പൊതുവെ എൻട്രൻസുകൾക്ക്, ഏത് എൻട്രൻസ് എഴുതുകയാണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക CBSE തന്നെ ആയിരിക്കും. മർച്ചന്റ് നേവിക്ക് ബയോളജി സയൻസ് നിർബന്ധമാണോ? മർച്ചന്റ് നേവി ഇല്ല, ബയോളജി നിർബന്ധമൊന്നുമില്ല. മർച്ചന്റ് നോട്ടിക്കൽ സയൻസ് ആണ് കോഴ്സ് ചെയ്യുക. മർച്ചന്റ് നേവി ഒക്കെ ആവാനുള്ള BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ഒക്കെ ആണ്. അതിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മതി. ഇന്ത്യ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, IMU CET എന്ന് പറഞ്ഞ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശാഖപട്ടണത്തും ചെന്നൈയിലും ഒക്കെ നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാം. അത് പഠിച്ചിട്ട് മർച്ചന്റ് നേവിയിലേക്ക് പോകും. അതിന് ബയോളജി ഒന്നും വേണ്ട. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എങ്ങനെയാണ് ആഫ്റ്റർ +2 എന്താ ചെയ്യേണ്ടത്? അതിന് സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായും സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഒരു ഹോസ്പിറ്റലുകളിൽ, ഓപ്പറേഷൻ നടക്കുന്ന ഹോസ്പിറ്റലിലെ ആവശ്യം ഉണ്ടാവും. അവിടെ തന്നെ 1-2 ആളുകൾ മതി എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എപ്പോഴും പാരാമെഡിക്കൽ കോഴ്സ്, അതായത് അലൈഡ് ഹെൽത്ത് കോഴ്സ് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് പിന്നെ കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ MLT-യും നഴ്സിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ടാകും. പിന്നെ MLT ഒക്കെ തന്നെയാണ്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പിന്നെ കേരളത്തിൽ ഡിഗ്രി കോഴ്സ് ഇല്ല, ഡിപ്ലോമേ ഉള്ളൂ. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. +2 ഇപ്പം ഇതുവരെ കഴിഞ്ഞ വർഷം വരെ +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റൂ. പക്ഷെ +2 ബയോളജി പഠിച്ചിരിക്കണം. സൈബർ സെക്യൂരിറ്റി നല്ലതാണോ, സ്കോപ്പ് ഉണ്ടോ? സൈബർ സെക്യൂരിറ്റി പൊതുവായിട്ട് ഒന്ന് പറഞ്ഞു സർ. അതെ. സ്കോപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്കാണ്, ഒരിക്കലും സബ്ജക്റ്റിനല്ല. ഏത് കോഴ്സ് ആണെങ്കിലും, എത്ര വലിയ കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ആയാലും AI ഒക്കെ ആയാലും നിങ്ങൾ കോഴ്സൊക്കെ ചെയ്ത് വിചാരിക്കുക, നല്ല സ്ഥാപനത്തിൽ നിന്ന് ചെയ്താലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയോ? ഇപ്പോൾ ഡാറ്റാ സയൻസിന്റെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. അവരൊരു സെറ്റ് ഓഫ് ഡാറ്റ തരും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും അത് അനലൈസ് ചെയ്യാൻ പറയും. അത് അനലൈസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ നിങ്ങളുടെ സ്കില്ലുണ്ടോ? പ്രത്യേകിച്ച് ഇത്തരം മേഖലയിലൊക്കെ ജോലി സാധ്യത പ്രൈവറ്റ് മേഖലയിലാണ്, ഒരിക്കലും ഗവൺമെന്റ് മേഖലയിലല്ല. ഗവൺമെന്റ് മേഖലയിലാണ് നിങ്ങളുടെ മാർക്കും ഗ്രേഡും ഒക്കെ ചിലപ്പോൾ നോക്കും. അതേസമയത്ത് പ്രൈവറ്റ് മേഖലയിൽ നിങ്ങൾ ഏത് ജോബിന് പോവുകയാണെങ്കിലും അവിടെ സ്കോപ്പ്
നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിന് ഒരു പ്രാധാന്യം ഉണ്ടാവും, പക്ഷെ സ്കോപ്പ് നിങ്ങൾക്ക് അപ്പം സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും AI ആണെങ്കിലും ഒക്കെ നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സൈബർ വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി നല്ല സാധ്യതയുള്ളതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ബിടെക് ഒക്കെ ഒരു കോർ ബ്രാഞ്ച് എടുത്തിട്ട്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്തിട്ട് ആ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് പറ്റിയ സൈബർ സെക്യൂരിറ്റി ആണോ, എനിക്ക് AI ആണോ, എനിക്ക് ഡാറ്റാ സയൻസ് ആണോ, എനിക്ക് നെറ്റ്വർക്കിംഗ് ആണോ, എനിക്ക് ഹാർഡ്വെയർ ആണോ, ഏതാണ് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ. നിങ്ങൾക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് 4 വർഷം പഠിക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ എംടെക്കോ PG ഡിപ്ലോമയോ പിന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകളൊക്കെ എടുക്കുക, എന്നിട്ട് ആ മേഖലയിലേക്ക് പോകുക. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കോസ്മിക് സയൻസിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഏതാ? കോസ്മിക് സയൻസ്, കോസ്മോളജി, കോസ്മിക് സയൻസ്. ഓക്കെ. അത് പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, ഒരു റിസർച്ച് ഏരിയ ആണ് അല്ലെ കോസ്മിക് സയൻസ് ഒക്കെ. അപ്പം പിന്നെ വേണമെങ്കിൽ ഫിസിക്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് അത്തരം ഏരിയകളിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഈ അത്തരം ഒരു PG ലെവലിലും PhD ലെവലിലൊക്കെ ആണ് അത്തരം ഏരിയകളിലേക്കൊക്കെ പോകാൻ പറ്റും. ഡിഗ്രിയിൽ കോസ്മിക് സയൻസും കോസ്മോളജിയും ഒന്നും അങ്ങനെ കോഴ്സുകളില്ല. അപ്പോൾ ഫിസിക്സ് ഒക്കെ എടുത്തിട്ട് ആ മേഖല ആസ്ട്രോ ഫിസിക്സ് ഒക്കെ അല്ലേ, ആ രീതിയിലൊക്കെ പോകുന്നതാണ് നല്ലത്. IISc-യിലൊക്കെ ആസ്ട്രോ ഫിസിക്സ് ഒക്കെ പഠിക്കാനുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് എന്ന സ്ഥാപനം തന്നെ ഉണ്ട്, IIAP എന്നൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ഇതൊക്കെ ഒരു റിസർച്ച് സ്വഭാവമുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ചെയ്യേണ്ടത് +2 സയൻസ് എടുക്കുക, എന്നിട്ട് പിന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഫിസിക്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സോ അങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. എന്തായാലും സയൻസ് സ്ട്രീം എടുക്കണം +2-ൽ. സർ, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ BCA ഒക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാ യൂണിവേഴ്സിറ്റിയും ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മിക്ക യൂണിവേഴ്സിറ്റികളിലും പോകാൻ പറ്റുന്നുണ്ട്. BCA എടുക്കാം, പിന്നെ MCA എടുക്കാം, അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായിട്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഇത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെബിനാർ സീരീസ് ആണ്. ഇന്ന് 10-ന് ശേഷം പലതുണ്ട് വഴികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ +2 അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, പോളിടെക്നിക്, ITI ഒക്കെ മനസ്സിലാക്കി. നാളത്തെ ടോപ്പിക് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകളാണ്. നമുക്കറിയാം +2 കൊമേഴ്സ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ +2 കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് പഠന തൊഴിൽ സാധ്യതകൾ. +2 കഴിഞ്ഞാൽ മാത്രമല്ല, സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് കൊമേഴ്സിലേക്ക് വരാം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കാർക്കും കൊമേഴ്സിലേക്ക് വരാം. സോ ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്, കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത മുഴുവൻ ആൾക്കാരും ഈ ഒരു മെസ്സേജ് ഇത് എത്താത്ത ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് തുടക്കത്തിൽ പറഞ്ഞ ഒന്നാണ് CG ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അൻവർ സാറ് താല്പര്യം മാത്രം പോരാ, കഴിവും ഉണ്ടാവണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. കഴിവിനനുസരിച്ചാണ് സ്കോപ്പ് ഉണ്ടാവുക. ഓക്കെ, ഏതെങ്കിലും ഒരു കോഴ്സിനോ സ്ഥാപനത്തിനോ അല്ല. അപ്പൊ ആ കഴിവ് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് cgcareer.com എന്ന വെബ്സൈറ്റിൽ നിന്നും കാണാൻ പറ്റും. ഓക്കെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സമ്മർ ക്യാമ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നിങ്ങൾ ഇനി ഫ്രീ ആണ്. ഓക്കെ, വലിയ ഒരു എക്സാമിന് ശേഷം കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കണം, നോ ഡൗട്ട്. അതേസമയം നമ്മൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കണം. ആ രീതിയിലുള്ള ഒരു പരിപാടിയിലാണ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ SCG വർഷങ്ങളായിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. 3-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട്. cg.org എന്ന വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ലിങ്കിന്റെ കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ കണ്ടിട്ടുണ്ടാവും. അതിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് CGയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത അൻവർ സാറിന് CGയുടെ പേരിലുള്ള ഈ ഒരു വെബിനാർ സീരീസിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ ലളിതമായിട്ട്, വളരെ സമഗ്രമായിട്ട്, വളരെ വലിയ ഒരു ടോപ്പിക് ചെറിയ സമയത്തിൻ്റെ അൻവർ സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ദെൻ CGയുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺസ് ഈ ഒരു പ്രോഗ്രാമിലുണ്ട്, അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. സർവോപരി ഈ ഒരു പരിപാടി വിജയിപ്പിച്ച
മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും സിജിയുടെ കടപ്പാട്, ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാമെന്ന വിശ്വാസത്തോടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു. വെൽക്കം. ഈ ക്ലാസ്